യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. മഹത്വം എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും സർവലോകവും യേശുനാമം ഉയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. സർവലോകവും യേശുനാമം ഉയർത്തിയിടുമേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ. പാടിയാണ് യേശുവേ പോലെ, യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ, എൻ്റെ പ്രിയനെ പോൽ ആരും. യേശുവേ പോൽ, യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. യേശുവേ പോൽ, യേശുവേ പോലെ ആരുമില്ല, എൻ പ്രിയനെ, എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വന്ദനം എൻ്റെ യേശുവിന് മഹത്വം എൻ്റെ പ്രാണപ്രിയന് വന്ദനം യേശു മാത്രം യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ യേശു മാത്രം യേശു മാത്രം യേശു മാത്രം യേശു മാത്രം സ്തുതികൾ സ്തുതിക്കുവാൻ നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നു വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ പോൽ യോഗ്യമല്ല യേശുവെ പോലെ യേശുവെ പോലെ ആരുമില്ല എൻ്റെ പ്രിയനെ പോൽ ആരുമില്ല യേശുവെ പോലെ ആരുമില്ല എൻ്റെ പ്രിയനെ പോൽ എൻ്റെ പ്രാണപ്രിയന് വന്ദനം എൻ്റെ യേശുവിന് എല്ലാ മഹത്വവും യേശുവിന് എൻ്റെ പ്രാണപ്രിയന് വന്ദനം കണ്ണുനീർ താഴ്വരകൾ ജീവജലനദി ആക്കുമവൻ ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ കണ്ണുനീർ താഴ്വരകൾ ജീവജലനദി ആക്കുമവൻ ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ സിയോൻ യാത്രയാതിൽ മോക്ഷമാർഗമാതിൽ സിയോൻ യാത്രയാതിൽ മോക്ഷമാർഗമാതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ യേശുവേ യേശു യേശു യേശുവാരിലും വലിയവൻ യേശു ഓ യേശു യേശുവാരിലും മതിയായവൻ
കരുതും. ഇരുൾ നമ്മെ ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ലോക വെളിച്ചമായി അവനണയും. രോഗികൾ ആയിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും. അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. നമ്മെ നിറച്ചിടും അനുദിനവും. ശബ്ദമുയർത്തി യേശുവേ, യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശുവേ, യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശുവാരിലും മതിയായവൻ. യേശുവാരിലും മതിയായവൻ. ഇന്ന് പകലൻ പറഞ്ഞാട്ടെ, എൻ്റെ യേശു മതിയായവൻ, എൻ്റെ യേശു മതിയായവൻ. ഇരുൾ നമ്മെ മൂടുമ്പോഴും സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോഴും പറഞ്ഞാട്ടെ, എൻ്റെ യേശു മതിയായവൻ, എൻ്റെ യേശു മതിയായവൻ, എൻ്റെ യേശു മതിയായവൻ. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ നോക്കി പറഞ്ഞാട്ടെ, യേശു മതിയായവൻ, യേശു മതിയായവൻ, യേശു മതിയായവൻ. നമ്മൾ പറയാറുള്ള വാക്യം പോലെ യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കേമരുത്. ഇവിടെ ഈ കാണുന്നത് നിങ്ങൾക്ക് വ്യക്തമാണോ എന്നറിയത്തില്ല. ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു പൂട്ടുണ്ട്, അത് തുറക്കുവാനായിട്ട് അവനേക്കാൾ ഭാരമേറി ഒന്നുകൊണ്ട് അവൻ നടക്കുകയാണ്. എന്നാൽ താഴെ 2-3 പേർ ചേർന്ന് വളരെ ഈസിയായിട്ട് അവരുടെ മുമ്പിലുള്ളതിനെ തുറക്കുവാനായിട്ട് ഓടി ചെല്ലുകയാണ്. ഇന്ന് പകലൊന്ന് പറയാമോ, കർത്താവേ, ഞാൻ ശ്രമിച്ചിട്ട് ഒന്നും പറ്റുന്നില്ല, അങ്ങ് എനിക്ക് മുമ്പായി ഒന്ന് നടക്കണമേ. ഞാൻ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല കർത്താവേ, എന്നെക്കൊണ്ട് ഈ ഭാരം താങ്ങുവാൻ പറ്റുന്നില്ല കർത്താവേ. അവിടുത്തെ ബലം ആവശ്യമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും തോറ്റു പോവുകയാണ്, ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും എനിക്ക് കഴിയാതെ പോവുകയാണ്. കർത്താവേ, അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണമേ. നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവേ, അങ്ങ് എനിക്ക് മുമ്പായി നടക്കണം, അങ്ങ് എനിക്ക് മുമ്പായി നടക്കണം, അങ്ങ് എൻ്റെ കൂടെ ഇരിക്കണം. ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ, ഈ പ്രശ്നത്തെ ഒന്ന് അതിജീവിക്കുവാൻ, എൻ്റെ മുമ്പിലിരിക്കുന്നതിനെ ഒന്ന് തുറന്ന് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണമേ. യെശയ്യാവ് 45 ഇങ്ങനെയാ വായിക്കുന്നത്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. അവർ യഹൂദ ജനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ ഒരു അന്യജാതിയിൽപ്പെട്ട ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് പറയുക, ഞാൻ അവനെ ഉപയോഗിക്കും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് സഹായം വെളിപ്പെടുന്നില്ലെങ്കിൽ ദൈവം ചില കരുതലുകളെ, ദൈവം ചില വിടുതലുകളെ പുറത്തു നിന്ന്
കൊണ്ടുവരും, പുറത്തുനിന്ന് കൊണ്ടുവരും. നിങ്ങൾക്ക് ശ്രമിച്ചിട്ട് കഴിയാത്തതിനെ സാധ്യമാക്കി തീർക്കുവാൻ ദൈവം ചില കരുതലുകളെ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഒന്ന് വിശ്വസിച്ചാട്ട് നിങ്ങൾക്ക് കഴിയാത്തതിനെ സാധ്യമാക്കി തരുവാൻ പരിശുദ്ധാത്മാവിനാൽ, ദൈവശക്തിയാൽ, ദൈവിക സഹായത്താൽ അത് സാധ്യമായി തീരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. അവൻ നമുക്ക് മുമ്പായി നടക്കുന്നു, അവൻ നമുക്ക് മുമ്പായി നടക്കുന്നു. അവൻ ദുർഘടങ്ങളെ നിരപ്പാക്കുന്നു, അവൻ ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുന്നു, അവൻ ഇരുമ്പ് വാതിലുകൾ നമുക്ക് വേണ്ടി തകർക്കുന്ന ദൈവമാകുന്നു. അവൻ നമുക്ക് മുമ്പായി നടക്കുന്നു. പിമ്പിൽ വൈരി വന്നാൽ നമുക്ക് പിൻപിൽ പോയി നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ യാത്രയെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ യാത്രയിൽ തളർന്നു പോകാതെ, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ, മുൻപും പിൻപും കാവലായി നിന്നുകൊണ്ട് നമ്മളെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ, കർത്താവേ, അവിടുത്തെ സഹായത്തെ ഞാൻ ചോദിക്കുക, അവിടുത്തെ ബലത്തെ ഞാൻ ചോദിക്കുക. എൻ്റെ ജീവിതത്തിന്റെ മുമ്പിൽ വരുന്നതിനെ ജയിച്ചു കയറുവാൻ, ഞങ്ങൾ ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളേക്ക് ഒന്ന് ചേർത്തടിച്ച് കർത്താവിന് നല്ല ആരാധന കൊടുത്താട്ട്. ആ നല്ലവനായ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. കരങ്ങളേക്ക് ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവെ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള സഹായം എത്തപ്പെടട്ടെ, ഞങ്ങൾക്കുള്ള സഹായം എത്തപ്പെടട്ടെ, ഞങ്ങൾക്കുള്ള ബലം എത്തപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഭവനത്തിനകത്ത്, ഞങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, ഞങ്ങളുടെ ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ, കർത്താവെ, ഞങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവും വലവും ഇരിക്കുന്നവർ ബലപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ ഞങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നവർ ബലപ്പെടട്ടെ. അവർക്ക് കഴിയാനതിനെ സാധ്യമാക്കി തീർക്കേണ്ടതിന് ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ഞങ്ങളുടെ മുമ്പിൽ അടഞ്ഞു പോയതിനെ തുറക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ, ബലം നൽകണമേ, ശക്തി നൽകണമേ. അവ നടന്നു പോകുവാനല്ല, ഓടിക്കയറുവാൻ, വാഗ്ദത്തങ്ങളിലേക്ക് ഓടിക്കയറുവാൻ ഞങ്ങൾക്ക് കാലുകൾക്ക് ബലം നൽകണമേ. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ, നന്ദി കർത്താവേ. We thank you Jesus. നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ, എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ, എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ, പാരിലേറും പ്രയാസവേളയിൽ, പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ, പാരിലേറിടും പ്രയാസവേളയിൽ, ഓ, പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ, താമസമില്ല എൻ കാന്തൻ വരാറായി, കാഹളധ്വനി എൻ കാതിൽ കേൾക്കാറായി. താമസമില്ല എൻ കാന്തൻ വരാറായി, കാഹളധ്വനി എൻ കാതിൽ കേൾക്കാറായി. കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിയിടും, ആർത്തിയിടും, പാടിയിടും ദൂതരോടൊന്നിച്ച്. കണ്ണുനീരില്ലാത്ത നാട്ടിൽ ഞാൻ എത്തിയിടും, ആർത്തിയിടും, പാടിയിടും
നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കീർത്തിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരെ വരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എണ്ണിയാ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. നിന്നതല്ല നാം ദൈവം നമ്മെ നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ, സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ, സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവ
ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു പാടിടാ. ഓ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. 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 ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഓ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. 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 പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, ഓ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ശക്തിയോടെ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ, കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനെ കൃപ നൽകുന്നതിനായി നന്ദി കർത്താവേ. ജയഘോഷം 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 ജയഘോഷം. യേശുവിന്റെ നാമത്തിൽ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, ഉയർത്തില്ലെന്ന് വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതി മുഴക്കുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനെ, പ്രവൃത്തിയിൽ വലിയവനെ, പ്രവൃത്തിയിൽ വലിയവനെ, ഉയർത്തില്ലെന്ന് തകർക്കുമെന്ന് വാദിക്കുമ്പോൾ, ഭീതിപ്പെടുത്തുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനെ, എൽ ശദ്ദായിയെ, എൽ റോയിയെ, എൽ ശദ്ദായിയെ, എൽ ശദ്ദായിയെ, എൽ ശദ്ദായിയെ, എൽ റോയി, എൽ റോയി. എന്നെ കാണുന്നവനെ, എന്നെ കാണുന്നവനെ, സർവ്വ
സർവശക്തനെ, സർവശക്തനെ, എൽ ശദ്ദായിയെ, എൽ ശദ്ദായിയെ, എൽ ശദ്ദായിയെ. താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് പ്രവാസത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനെ, താമ്രവാതിലുകളെ തകർക്കുന്നവനെ, ദുർഗണങ്ങളെ നിരപ്പാക്കുന്നവനെ, ദുർഗണങ്ങളെ നിരപ്പാക്കുന്നവനെ, അങ്ങേക്ക് ആരാധന. ജയഘോഷം ഉയർത്തുവാൻ കൃപ നൽകുന്നവനെ, ജയഘോഷം ഉയർത്തുവാൻ ബലം നൽകുന്നവനെ. El Shaddai, El Shaddai, El Roi, El Roi, El Shaddai, El Shaddai, El Shaddai. Sarvashakane, 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 Sarvashakane. ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്നവനെ, ഞങ്ങൾക്ക് മുമ്പായി നടക്കുന്നവനെ, കൂടെ ഇരിക്കുന്നവനെ, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവനെ, പേടിക്കരുതെന്ന് പറഞ്ഞവനെ, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവനെ, ഉയർത്താമെന്ന് പറഞ്ഞവനെ, സഹായിക്കാമെന്ന് പറഞ്ഞവനെ, വിടുവിക്കാമെന്ന് പറഞ്ഞവനെ, സർവശക്തനെ, സർവശക്തനെ. ശക്തിയോട്, ശക്തിയോട് പരിശുദ്ധാത്മ സ്പർശനം, ആത്മാവിന്റെ സ്പർശനം, പരിശുദ്ധാത്മ സ്പർശനം. ഓ റബാൽ അല്ലൽ കബറക ഉടവലോ ദിവൽ ഖലേ ചൂടൽ കബറ വലവല വലവല വലവേ ഉടവല സകല വലവ അംദല വലവേ ഉടവല വലവല അംദല വലവേ ഭീവര അംദല ഉടവലവലേ ഉടവല വലവല ഉടവലഗലേ ശേ രേ രേ രേ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മ പകർച്ച അനുഭവിക്കട്ടെ. ആത്മസാന്നിധ്യം, ആത്മസാന്നിധ്യം. ശബ്ദനെ ശബ്ദനെ ആരാധന ഉയരട്ടെ, സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തേ, ഇന്നതല്ല ദൈവം നമ്മെ നിർത്തേ. പുതിയ വർഷത്തിന്റെ ആരംഭത്തെ നടത്തിയ വിധങ്ങളെ ഓർത്ത് മഹത്വം കരേറ്റട്ടെ. മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന്, മഹത്വം ദൈവത്തിന്. ഓ ശക്തമായി സ്തുതി ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ, ആരാധന ഉയരട്ടെ. മഹത്വം, 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 മഹത്വം. Ratala bareke dere bere. Divara baba baba be. Dival tamanaga samdale ribala bala bala gadaga. Odara dalaga dala bala bala gadaga. Oh സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവ സാന്നിധ്യത്തിനായി നന്ദി. ദൈവ കൃപയ്ക്കായി നന്ദി.
സ്തുതികൾ ഉയരുന്നതിനാൽ നന്ദി. സ്തോത്രത്തിന് യോഗ്യന്, പുകഴ്ചയ്ക്ക് യോഗ്യന്, ആരാധനയ്ക്ക് യോഗ്യന്. ആ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട് ആരാധനയെ സ്തുതികളും ഉയരട്ടെ, സ്തോത്ര ധ്വനികൾ ഉയരട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ, ആത്മശകരെ വ്യാപരിക്കട്ടെ, ദൈവാത്മാവിന്റെ പകർച്ച വെളിപ്പെടട്ടെ. ശക്തമായ ദൈവ സാന്നിധ്യം. Hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. നടത്തിയ വിധങ്ങളെ ഓർത്ത്, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ. ശബനദലേദഗേ റൂഡബാല സെഖേന്ദരേ റിബലദലഗഡഗ ശബ്ദരേ ദിബലധഗരേ ദഗലേ രഗലഗഡഗ ശബ്ദന. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പാടി സ്തുതിച്ചപ്പോൾ തന്നെ രോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ആരാധന ഉയർന്നപ്പോൾ തന്നെ വൈരികൾ ഇന്ന് പകൽ തകർന്നു മാറിയിട്ടുണ്ട്. ദൈവപ്രവൃത്തിയുടെ വെളിപ്പെട്ടിട്ടുണ്ട്. സർവശക്തന്റെ കരം തന്നെ ഇവിടെ വ്യാപരിക്കുന്നു. സർവശക്തന്റെ കരം തന്നെ ഇവിടെ വ്യാപരിക്കുന്നു. ഓ ദൈവത്തിന്റെ പ്രവൃത്തി, സർവശക്തന്റെ പ്രവൃത്തി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതികൾ ഉയരുന്നതിന് നന്ദി, സ്തോത്രം ഉയരുന്നതിന് നന്ദി, മൗത്തവിടെ വ്യാപരിക്കുന്നതിന് നന്ദി, ആത്മസാന്നിധ്യം വെളിപ്പെടുന്നതിന് നന്ദി. ഞങ്ങളെ സ്പർശിക്കുന്നതിന് നന്ദി കർത്താവ്, ഞങ്ങളെ സ്പർശിക്കുന്നതിന് നന്ദി. 28-ാമത്തെ സങ്കീർത്തനം ഇവിടെ പാടുവാൻ ഇടയായല്ലോ. വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ കർത്താവ് ഒരു ചിന്ത നൽകിയത് ഇവിടെ പാട്ടിലൂടെയും ദൈവിക ആലോചന അറിയിച്ചപ്പോഴും എനിക്ക് കർത്താവ് നൽകിയ ചിന്തകൾ പലത് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ആമേൻ. ഇവിടെ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് അത് ചില പൂട്ടുകളെ തുറക്കുന്ന കാര്യം ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിനകത്തുണ്ട്. സ്തോത്രം. എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ചിന്തകളും അതേ നിലകളിൽ ഒരു ചിന്തയാണ് നൽകി തന്നിരിക്കുന്നത്. ദൈവാത്മാവ് ഒരുപോലെ പ്രവർത്തിക്കുന്നു. 28-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് അതിൻ്റെ 5-ാമത്തെ തിരുവെഴുത്ത്
വായിച്ച് ഒരു ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സാധാരണ 1 മണിക്കൂറെങ്കിലും ശുശ്രൂഷിക്കുന്നതാണ്. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ മധ്യ ബഹുമാന്യ ദൈവദാസനുള്ളത് കൊണ്ട് അത് കട്ട് ഷോട്ട് ചെയ്യുകയാണ് ഞാൻ. എങ്കിലും കർത്താവ് നൽകിയ ചിന്തകൾ അത് ചുരുക്കമായും വേഗത്തിലും പറയുവാൻ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനും ദൈവമക്കൾ പ്രാർത്ഥിക്കുമല്ലോ. 28-ാമത്തെ സങ്കീർത്തനത്തിലെ അതിൻ്റെ 5-ാമത്തെ തിരുവെഴുത്തിവിടെ വായിക്കുന്നു. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായ്ക കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ച് കളയും. ഞാൻ ആ വാക്യം അല്പം കൂടി ലഘൂകരിച്ച് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിങ്ങനെയാണ് മറ്റൊരു ട്രാൻസ്ലേഷനിൽ കാണുന്നത്. അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും അവിടുത്തെ കരവേലകളെയും പരിഗണിച്ചില്ല, അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ച് നിരത്തും, പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല. അങ്ങനെയാണ് സിമ്പിൾ ട്രാൻസ്ലേഷനിൽ ആ വചനം കൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല. അതിന്റെ അർത്ഥം കർത്താവിൻ്റെ പ്രവൃത്തികളെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിച്ചില്ല, ഓർത്തില്ല. ദൈവം നടത്തിയ വിധങ്ങൾക്കൊത്തവണ്ണം ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. റോമർ 1 പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് വരികയെന്നില്ല. എന്നാൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ, ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാതിരുന്നാൽ അവന്റെ ഹൃദയത്തെ ഇരുട്ടാക്കി കളയുമെന്നൊക്കെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് പരിഗണന കൊടുക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നവരായിരിക്കണം. ഇവിടെ പാട്ടുകൾ നാം പാടാറുണ്ട്. പാട്ടുകൾ പാടുമ്പോൾ ആ പാട്ടിനോട് ചേർന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ആ പാട്ടിന്റെ വരികൾ പാടുമ്പോൾ ഓരോ ദിനങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ദൈവം നടത്തിയതിനെ ഓർക്കണം. ആ പാട്ടിനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ. അതിനാ പാട്ടിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പാട്ട് പാടുമ്പോൾ നാം അശ്രദ്ധരായിട്ട് നിൽക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാനോ അല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികളെ പരിഗണിക്കണം. ഇന്ന് പകൽ ഞാനൊരു ചിന്ത കൈമാറട്ടെ. ദൈവമാണ് ഇന്ന് പകൽ ഇവിടെ നമ്മെ കൂട്ടിക്കൊണ്ട് വന്നത്. ദൈവം നൽകിയ ആരോഗ്യമാണ് നാം നിലനിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ നിമിത്തമാണ് ഇന്ന് പകല് നാം ജീവനോടെ ആയിരിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നടന്ന സംഭവമാകാം. ഒരു ഇംഗ്ലീഷുകാരനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവര് ബില്ല് കൊടുത്തു. ബില്ല് കൊടുത്തപ്പോൾ ആ മനുഷ്യൻ ബില്ല് കയ്യിലെടുത്ത് വെച്ച് പൊട്ടിക്കരയുന്നു, വാവിട്ട് കരയുന്നു. ബില്ല് കണ്ടിട്ട് വന്യവയോധികനാണ്, 80-ലധികം വയസ്സുകൾ കഴിഞ്ഞു. ഉടനെ ആ മനുഷ്യന് ബില്ല് കൊണ്ട് കൊടുത്ത ആ നേഴ്സ് ഇങ്ങനെ ചോദിച്ചു, എന്തിനാ അപ്പച്ച കരയുന്നേ? വൈ യു ആർ ക്രൈങ്? എന്തിനാ കരയുന്നേ? ബില്ല് കണ്ടിട്ട് പണമില്ലയോ? അപ്പച്ചൻ കൊടുത്ത മറുപടി, എനിക്ക് ധാരാളം പണമുണ്ട്, ബില്ല് കൊടുക്കുവാൻ ആവശ്യത്തിന് പണം എൻ്റെ കയ്യിലുണ്ട്, എത്രയായാലും കുഴപ്പമില്ല. അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലായി, ചില മണിക്കൂറുകൾ മാത്രം, 2-3 മണിക്കൂറുകൾ മാത്രം എനിക്കിവിടെ ഓക്സിജൻ നൽകിയതായിട്ട് കാണുന്നു. ഓക്സിജൻ നൽകിയപ്പോൾ അതിനൊരു ഭീമമായ ബില്ല്, കഴിഞ്ഞ ചില മണിക്കൂറുകളിൽ എനിക്ക് ഓക്സിജൻ നൽകിയതിന് ഭീമമായ ബില്ല്
ഈ ബില്ലിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ കരഞ്ഞ എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ 83 വർഷത്തിലധികമായി സൗജന്യമായി എനിക്ക് ഓക്സിജൻ ലഭിച്ചപ്പോ, ഒരു ബില്ലും കൂടാതെ, ഒരു പേയ്മെന്റ് ഇല്ലാതെ സൗജന്യമായി എനിക്ക് ഓക്സിജൻ ലഭിച്ചപ്പോ ഞാൻ എങ്ങനെ മൗനമായിരിക്കും? അതോർത്ത് ഞാൻ കരഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ്. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം. 94 വയസ്സുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, 80 വയസ്സുള്ളവരുണ്ട്, 60 ഉള്ളവരുണ്ട്, 10 വയസ്സുള്ളവരുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ഫ്രീ ആയിട്ട് ഓക്സിജൻ തരുന്നു, ദൈവം ഫ്രീ ആയിട്ട് ശ്വസിക്കാൻ ബലം തരുന്നു. പൾമിനറി സിസ്റ്റം ശ്വാസകോശ സംബന്ധമായി കേടുകൂടാതെ നടത്തുന്നു. ഇന്ന് പകൽ സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ദൈവത്തിന് സ്തുതി അർപ്പിക്കാമോ? ഹല്ലേലൂയ! ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്താൽ നാം ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്നവരാകണം, അവിടുത്തെ ഉപകാരങ്ങളെ ഓർക്കുന്നവരാകണം, അങ്ങേക്ക് മഹത്വം കൊടുക്കുന്നവരാകണം. അതിന് ലജ്ജിക്കരുത് കേട്ടോ, അതിന് പിശുക്ക് കാണിക്കരുത്. വിശദമാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, കഴിയുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അതാണ് വിഷയം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കാതിരുന്നത് കൊണ്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരുടെ കാര്യം പറയുമ്പോൾ വർണ്ണിക്കാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കാതിരുന്നത് കൊണ്ട്, ദൈവപ്രവൃത്തിയെ ഓർക്കാതിരുന്നത് കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. ഞാൻ POC ട്രാൻസ്ലേഷനിലാണ്. എനിക്ക് അല്പം കൂടി ആ വചനം ഒരു ഭാരമായി തോന്നി. ഞാൻ കരഞ്ഞോണ്ടാ ഇത് പറയുന്ന കേട്ടോ. വചനം ഇങ്ങനെ പറയുന്നു, അങ്ങനെ ദൈവപ്രവൃത്തിയെ പരിഗണിക്കാതിരുന്നത് കൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും. ഇടിച്ചു നിരത്തുക മാത്രമല്ല, പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല. ആ വചനം എൻ്റെ ഹൃദയത്തെ കഴിഞ്ഞ രാത്രിയിൽ ഈ വചനങ്ങൾ ചിന്തിച്ചപ്പോൾ അല്പം വേദനയായിട്ട് തോന്നി. എൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിന് സ്തുതിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കാര്യത്തിന് പരിഗണന കൊടുക്കുന്നുണ്ടോ? ദൈവകാര്യത്തിന് പരിഗണന കൊടുക്കുന്നുണ്ടോ? ദൈവകാര്യത്തിന് തക്ക മഹത്വം കൊടുക്കുന്നുണ്ടോ? ഇന്ന് പകൽ സ്വയശോധനയുടെ പകലാകട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം ദൈവത്തിന് നാം മഹത്വം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യാതിരുന്നാൽ അവിടുന്ന് ഇടിച്ചു നിരത്തുമെന്ന് പറയുന്നു. മറ്റൊരു വാക്ക്, പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ പണിയാതെ ഇടിച്ച് കളയുമെന്ന പറയുന്നത്. ഞാനിങ്ങനെ ആ വാക്യത്തെ എടുത്തുകൊണ്ടൊരു ചിന്ത നൽകട്ടെ. കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ചില അത്യാവശ്യ ചിന്തകൾ. ദൈവം പണിയുന്ന ദൈവമാണ്, ദൈവം ഇടിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ദൈവം പണിയുന്ന ദൈവമാണ്. ഇവിടെ അതേ നിലകളിലാണ് ഇന്ന് പകൽ പാട്ടുപാടി ആരാധിച്ചു. എനിക്കറിയത്തില്ല ആത്മാവ് എങ്ങനെ ഇതുപോലെ നടത്തുമെന്ന്. കർത്താവ് പണിതാൽ അതിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് പൊളിച്ചാൽ അത് നേരെയാക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതാ വചനത്തിൻ്റെ അർത്ഥം. അവൻ പണിയോ, അതിനെ പിന്നെ ആർക്കും പൊളിക്കുവാൻ കഴിയത്തില്ല. ജീവിതത്തിൽ നിരാശയും ശൂന്യതയും അനുഭവിക്കുമ്പോൾ ഇന്ന് പകൽ പണിയാൻ കഴിവുള്ളവന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പൊളിക്കാൻ കഴിവുള്ളവന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത്. യോബ് ദൈവത്തിന്റെ പണിയെക്കുറിച്ച് പറയുമ്പോൾ, യോബിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ രാത്രിയിൽ ആ വചനവും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. 14-ാമത്തെ വാക്യം, യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും
പണിതുകൂടാ. അടുത്തത്, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയുമില്ല. ഞാൻ ആവർത്തിക്കുന്നു, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ബുദ്ധി ഉപദേശിച്ചു. സഭയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സഭയോട് കരയാൻ പറഞ്ഞു. ഞാൻ എടുത്തോർപ്പിക്കുന്നു, അവൻ ഇടിച്ചാൽ ആർക്കും പണിയാൻ കഴിയത്തില്ല. സ്തോത്ര. അവൻ ബന്ധിച്ചാൽ ആർക്കും അഴിച്ചു വിടാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് പണിയുന്ന ദൈവമാണ്. കർത്താവ് പണിയുന്ന ദൈവമാണ്. ശൂന്യത്തിന്റെ മേൽ പണിയുവാൻ കർത്താവിന് കഴിയും. ഒന്നുമില്ലായ്മയിൽ പണിയുവാൻ കർത്താവിന് കഴിയും. ഇല്ലാത്തതിൽ നിന്ന് സകലത്തെയും ഉളവാക്കി പണിയുവാൻ ദൈവത്തിന് കഴിയും. ആത്മനിയോഗത്താൽ ഞാൻ ഇങ്ങനെ പറയാം, ഇല്ലാത്ത അവയവങ്ങളെ പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഇല്ലാത്ത അവയവങ്ങളെ മെനഞ്ഞെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ പണിയുടെ ആരാധനയാകണോ ഈ ആരാധന. അവൻ പണിതാൽ ആർക്കും പൊളിച്ചുകൂട്, അവൻ പൊളിച്ചാൽ ആർക്കും പണിതുകൂട്, അവൻ ബന്ധിച്ചാൽ ആർക്കും അതിനെ അഴിച്ചുവിടാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പണി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഒന്ന് പണിയണമേ എന്ന്, എന്നെ ഒന്ന് പണിയണമേ എന്ന്, എന്നെ ഒന്ന് മെനയണമേ എന്ന് നാം ഇങ്ങനെ പാടാറുണ്ടല്ലോ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ, പാഴായി പോയൊരു മൺപാത്രമാണ്, എന്നാൽ ആ കുശവന്റെ കയ്യിലാണ് ഞാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, കുശവന്റെ കയ്യിലിരുന്ന പാത്രം അത് ചീത്തയായി പോയി, അത് ചീത്തയായിപ്പോയേ. അതാഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് വന്നില്ല. പക്ഷെ കുശവൻ ഒരു ഉടമസ്ഥനായത് കൊണ്ട് അതിനെ മറ്റൊന്നായി മാറ്റിയെടുക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഉടഞ്ഞതിനെ ദൈവം തകർത്ത് കളഞ്ഞില്ല. ഉടഞ്ഞതിനെ ദൈവം തകർത്ത് കളഞ്ഞില്ല. ഇന്ന് മകൻ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയോ? ആമേ, ഞാൻ കുശവന്റെ കയ്യിലെ ഒരു പാത്രമാണ്. സഹോദരോ, സഹോദരേ, കുഞ്ഞേ, നീ തകർന്ന ഹൃദയത്തോടാണോ ആയിരിക്കുന്നത്? ഉടഞ്ഞ ഹൃദയത്തോടാണോ? കുശവൻ വലിച്ചെറിയുന്നവനല്ല. പക്ഷേ അഡ്മിറ്റ് ചെയ്യണം, സമ്മതിക്കണം. ആ കുശവന്റെ കയ്യിൽ എന്നെ ഒന്ന് പണിതെടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പുതുക്കം ദൈവം തരും. പുതിയ പാത്രമാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിച്ചത്ര പേര് ആമേൻ പറയും. ചിലർ ഒരു പുതിയ പാത്രമാക്കി എടുക്കുക ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഷേപ്പ്ലെസ് വെസലായിട്ട് ഇരിപ്പാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഷേപ്പുള്ള ഒരു വെസലായിട്ട് മാറണം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിന് അതിന് കഴിയും. ഒരു ഷേപ്പുള്ള പാത്രമാക്കി പണിതെടുക്കട്ടെ. ഈ ആരാധന സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആരാധനയിൽ ദൈവപ്രവൃത്തിയുടെ പകലാകട്ടെ. ദൈവത്തിന് പണിതെടുക്കുവാൻ കഴിയും. ചെത്തേണ്ടതിനെ ചെത്തുക, മിനുക്കേണ്ടതിനെ മിനുക്കിയെടുക്കുക. എന്റെ ദൈവത്തിന് കഴിയോ. അതുകൊണ്ട് ഈ ആരാധന അലക്ഷ്യമായിട്ടിരിക്കാതെ കുശവന്റെ കയ്യിലോട്ട് വിട്ടുകൊടുക്കുക. കുശവന്റെ കയ്യിലെ കളിമണ്ണായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിൽ എത്ര പേര് കാണുന്നുണ്ട്? ചിലപ്പോൾ ചവിട്ടിക്കൊഴയ്ക്കൂ, ചിലപ്പോൾ കട്ടകൾ പെറുക്കിയെടുത്ത് കളയൂ, ചിലപ്പോൾ വേദനയായിട്ട് തോന്നൂ, ആമേ, ചിലപ്പോൾ അത് ഭാരമായിട്ട് തോന്നൂ. എന്നാൽ ഒരു മാസ്റ്റർ പ്ലാൻ കുശവനുണ്ട്. പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകല് എന്നെ ഒന്ന് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ആ കുശവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഞാൻ ആ കുശവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, എന്നെയൊന്ന് പണിയണം, എന്നെയൊന്ന് പണിയണം. സാഹചര്യങ്ങൾ എത്ര തകർന്നതായാലും പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. സാഹചര്യങ്ങൾ എത്ര ശൂന്യമാണെങ്കിലും പണിതെടുക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നാൽ ദൈവഹിതമല്ലാത്തതാണെങ്കിൽ ദൈവം പൊളിച്ചെറിയും, ദൈവം പൊട്ടിച്ചെറിയും, ദൈവം ഉടച്ചു കളയും. അതാണ് ആ വചനങ്ങളുടെ അർത്ഥം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കായിക കൊണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കായിക കൊണ്ട്, ഓർക്കായിക കൊണ്ട്
അവനവരെ പണിയാതെ വിട്ടുകളഞ്ഞു. പണിയുവാൻ ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ഇന്ന് പകൽ കർത്താവ് പറയുന്നത്, ഞാൻ പണിയുന്ന ദൈവമാണ്, ഞാൻ പണിയുന്ന ദൈവമാണ്. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്നെടുത്തേ, ഒരു വചനത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 24-ാമത്തെ അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഞാൻ പൊളിയും. അത് 24-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ച് കളയുകയില്ല. അവരെ നടും, പറിച്ചു കളയുകയില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ അവരെ പണിയും, ഞാൻ അവരെ പണിയും. ഇന്നത്തെ പ്രധാന ചിന്തയിലേക്ക് വരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 6-ാം വചനമാണ് നാം വായിച്ചത്. ജെരമ്യാ ചാപ്റ്റർ 24:6. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. ഞാൻ അല്പം തിടുക്കത്തിൽ അതെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം പണിയുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? I will build them up. നിന്നെ പണിതെടുക്കുവാൻ ദൈവം മതിയായവൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറയാമോ? സമ്മതിക്കാമോ ഞാനൊന്നുമില്ലെന്ന്? ഞാനൊന്നുമില്ല, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് പറയാമോ? കുശവന്റെ കയ്യിലാണെന്ന് പറയാമോ? ദൈവത്തിന് പണിതെടുക്കുവാനായിട്ട് കഴിയും. പറിച്ചു കളയാൻ പദ്ധതി ഉണ്ടായിരുന്നു, എന്നാൽ പൊളിച്ചു കളയാൻ പദ്ധതി ഉണ്ടായിരുന്നു. ഈ ആരാധനയിൽ ചില പറിച്ചു കളികൾ മാറുകയാണ്, ചില പൊളിച്ച അവസ്ഥകൾ മാറുകയാണ്. പൊളിച്ചു കളയുക, പറിച്ചു കളയുക നിൽക്കുന്ന അവസ്ഥയെ മാറിയിട്ട് ആത്മാവ് ഇങ്ങനെ പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു ദൈവവചന ചിന്ത, ഞാൻ പണിയും, ഞാൻ പൊളിച്ചു കളയത്തില്ല, ഞാൻ പറിച്ചു കളയത്തില്ല, ഞാൻ അവരെ നടു. I will build them up and not tear them down. നിന്നെ താഴേക്ക് പറിച്ചു കളയാനല്ല, മുകളിലേക്ക് നട്ടുകൊണ്ടുവരുവ. ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ മുകളിലേക്ക് വളരണോ, മുകളിലേക്ക് ഉയരണോ? പറിച്ചു കളയുമെന്ന് ദുഷ്ടൻ പറയുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർപ്പിച്ചതുപോലെ, പ്രവചനാത്മാവ് ഇവിടെ വിളിച്ചു പറഞ്ഞതുപോലെ, പറിക്കുവാൻ നിൽക്കുമ്പോ ആത്മാവിൽ ഇന്ന് പകൽ ദുഷ്ടനെ ജയിപ്പാൻ തയ്യാറായ പറിക്കല്ല, നടീലുകൾ നടക്കണം. ചില നടീലുകൾ പൊളിക്കല്ല, ചില പണികൾ അത് നടക്കണം. ദൈവസഭയുടെ പണി നടക്കട്ടെ. ഉടമനവരഹസ്യ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. പണികൾ നടക്കട്ടെ. ഇന്ന് മകൾ കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടണം. എന്താ യിരെമ്യാ പറഞ്ഞത് 18-ൽ? എനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി. കുശവന്റെ കയ്യിലെ പാത്രം അതിനെ മറ്റൊരു പാത്രമാക്കി. മനസ്സിൽ മറ്റൊരു പ്ലാനായി. ജീസസ്, അതിനെ കളയാമായിരുന്നു, അതിനെ വേണ്ടാന്ന് വെക്കാമായിരുന്നു, അതിനെ ഇല്ലാന്ന് വെക്കാമായിരുന്നു. പക്ഷെ അല്ല, ഞാനും നിങ്ങളും ആ കുശവന്റെ കയ്യിൽ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്ന അളവിൽ വരാതിരുന്നിട്ടും പറിച്ചു കളഞ്ഞില്ല, ഇടിച്ചു കളഞ്ഞില്ല, പൊളിച്ചു കളഞ്ഞില്ല. ഇന്ന് പകൽ തിരിഞ്ഞു വാ. കർത്താവ് പണിയാൻ തുടങ്ങുകയാണ്. കർത്താവ് പണിയാൻ തുടങ്ങുകയാണ്. യെസ്, 2-ാമത്തെ ആഴ്ച, പുതുവർഷത്തിന്റെ 2-ാമത്തെ ആഴ്ച ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പണി നടക്കുന്ന ആഴ്ചയാണ്. അത് പറിച്ചു നടിയിൽ നടക്കുന്ന ആഴ്ചയാണ്. ഒരു പുതിയ അനുഭവം പ്രാപിക്കുന്ന ആഴ്ചയാണ്. ദൈവ പ്രവൃത്തിയുടെ ആഴ്ചയാണ്.
പൊളിച്ചു കളയുകയില്ല. ഇങ്ങനെ പറയുന്നത്, ഞാൻ അവരെ നടും. കരമുയർത്തിന്ന് പറയാമോ? ഞാൻ അവരെ നടും. കർത്താവ് അതിനെ ആഗ്രഹിക്കുന്നു. ചിലതിനെ നടാൻ വലിച്ചെറിയാമായിരുന്നു, അല്ല, ചിലതിനെ നടാൻ ആഗ്രഹിക്കുന്നു, വളർത്തുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ചില കുടുംബങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവഗത പ്രകാരം പണിയാൻ തയ്യാറാകട്ടെ. എനിക്കിനെ പറയാം, എങ്ങനെ പണിതെടുക്കുവാൻ കഴിയും? തകർന്ന അവസ്ഥയിൽ നിന്ന് പണിതെടുക്കുക, ഏത് സാഹചര്യത്തിലും പണിതെടുക്കുക എന്റെ ദൈവത്തിന് കഴിയും. ഒന്ന്, ദൈവഗതത്താൽ പണിതാൽ പണി പൂർത്തീകരിക്കും. രണ്ട്, ദൈവ ഇഷ്ടത്താൽ പണിതാൽ പണി പൂർത്തീകരിക്കും. മൂന്ന്, ദൈവത്തിന്റെ ശക്തിയാൽ പണിയാൻ കഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടത്? ദൈവത്തിന്റെ ഹിതത്താൽ പണിയാൻ പറ്റും. അതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ ശക്തിയാൽ പണിയാൻ പറ്റും. അതിനെ ഏൽപ്പിച്ചു കൊടുക്കണം. മൂന്ന്, ദൈവം നമ്മോട് കൂടെ നിന്നാൽ പണിതെടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവഹിതത്താൽ, ദൈവശക്തിയാൽ ദൈവം നമ്മോട് കൂടെ നിന്നാൽ പണിതെടുക്കുവാനായിട്ട് കഴിയും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് പകലില്? കർത്താവ് കൂടെ നിൽക്കട്ടെ. നിങ്ങൾക്കറിയാം, ബാബേൽ ഗോപുരമൊക്കെ പണിത അനുഭവങ്ങൾ ഉൽപ്പത്തി 11 കാണുന്നുണ്ട്. ദൈവഹിതമല്ലാത്ത പണി നടന്നു, ഇറങ്ങി വന്ന് കലക്കിക്കളഞ്ഞു. ഭാഷ കലക്കിക്കളഞ്ഞു, പണിയെ പൊളിച്ചു കളഞ്ഞു. ദൈവഹിതമല്ലാത്തത് പൊളിഞ്ഞു പോകും. ദൈവഹിതമല്ലാത്ത പദ്ധതികൾ പൊളിഞ്ഞു പോകും. ദൈവ ഇഷ്ടമല്ലാത്ത പണികൾ പൊളിഞ്ഞു പോകും. ദൈവ ഇഷ്ടമല്ലാത്ത പണികൾ വെന്തുപോകും. എന്നാൽ ദൈവഹിത പ്രകാരമുള്ളത് ദൈവം നിലനിർത്തും. യേശു കർത്താവിന്റെ നാമത്തിൽ ചില ഗൃഹങ്ങൾ പണിയപ്പെടണം. ഒരു വാക്കിന്റെ മനസ്സിലേക്ക് ഒരു വചനം ഓടി വരുന്നത് രൂത്തിന്റെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ. ഞാൻ പറയാനിരുന്നു, അല്ലെങ്കിലും ആ വാക്യം 2-3 തവണകളായി എൻ്റെ മൈൻഡിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ലല്ലേ കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം. അങ്ങനെയാണെങ്കിൽ ദൈവം പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. ഒരു റാഹേലിനെ, ഒരു ലേയെ കണ്ടിരുന്നു. അവരെ കുറിച്ച് ബൈബിളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു, അവർ ഇരുവരും ചേർന്ന് ഇസ്രായേൽ ഗൃഹം പണിതു. അർത്ഥം ഇങ്ങനാണ്, 12 ഗോത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അത് പേരുകൾക്ക് 12 ഗോത്രങ്ങളുടെ പേരിടുക. റാഹേലും ലേയിലും അതിന് നേതൃത്വം കൊടുത്തെങ്കിൽ, അവർ ഇരുവരും ചേർന്ന് പണിയപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ അസാധ്യങ്ങളിൽ ദൈവം പണിയും. ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ അസാധ്യതകളിൽ പണിയുന്നവനാണ് ദൈവം. സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഒരു പണി നടത്താൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഞാൻ ആഗ്രഹിച്ച സമയങ്ങളിലേക്ക് അടുത്തു വരികയാണ്. ആ ഭാഗമൊക്കെ ഒത്തിരി വിശദമാക്കേണ്ടതാണ്. നമ്മുടെ ഗൃഹം പണിയപ്പെടണം. സദൃശവാക്യത്തിൽ ശലോമോന്റെ വാക്കുകൾ 24-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 3ഉം 27ഉം വളരെ പ്രധാനമുള്ളതാണ്. Proverbs chapter 24 verse 3 and 27. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? അതിന്റെ 27-ാമത്തെ വാക്യം. നിന്റെ വീട് പണിയണം. ഒന്ന്, നമ്മുടെ വീട്, കുടുംബം പണിയണം. തകർന്ന അവസ്ഥകളിലുള്ള കുടുംബങ്ങൾ പണിയപ്പെടട്ടെ.
ഈ ആരാധന പരിശുദ്ധാത്മാവ് അങ്ങനെ അർപ്പിക്കണം. അതുകൊണ്ട് ഈ വചനം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആത്മാവിലെ ചിന്ത റിസീവ് ചെയ്തോണം. ചില വീടുകൾ പണിയപ്പെടാൻ പോവുകയാണ്. തകർന്നു കിടക്കുന്ന അവസ്ഥകളെ കർത്താവിലേക്ക് തിരിഞ്ഞുവ. ചില പണികൾ കർത്താവ് ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയോ, അവേ ചില ഏറുകൊണ്ട കല്ലുകൾ ഭവനത്തിൽ കിടപ്പുണ്ട്. ചില നൊമ്പരത്തിന്റെ കല്ലുകൾ കിടപ്പുണ്ട്. ചില വേദനയുടെ കല്ലുകൾ കിടപ്പുണ്ട്. ആ കല്ല് തന്നെ, ഏറുകൊണ്ട കല്ല് തന്നെ മൂലക്കല്ലാക്കി വെച്ച് ഭവനത്തിന്റെ പണി തുടങ്ങട്ടെ. നമ്പരപ്പെട്ട കുടുംബങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയാം, ഇതിന്റെ പണി ആരംഭിക്കണം. ഈ വർഷം കുടുംബം തകർന്നു പോവുകയല്ല, വീട് പണിയണം, വീടിന്റെ പണി നടക്കണം. ഞാൻ ആത്മീയ പണിയെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. ഒരു പണി നടക്കട്ടെ, തകർന്ന അവസ്ഥകളുടെ പണി നടക്കട്ടെ. ഒന്ന് തിരിഞ്ഞുവാ. ചിലപ്പോഴെങ്കിലും ചില കല്ലുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ചില ഏറുകൊണ്ട കല്ലുകളാണ്, കണ്ണുനീരൊഴുക്കിയ കല്ലുകളാണ്. ഞാനിങ്ങനെ ചേർത്ത് പറയാ, ആ കല്ല് തന്നെ അടിസ്ഥാന കല്ലാക്കണം. ആ കല്ലിനോട് തന്നെ ചേർത്ത് വെച്ച് മറ്റുള്ളതിനെ പണിയുവാനായിട്ട് ഇടയായിത്തീരണം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കർത്താവിന്റെ പ്രവൃത്തി ഇവിടെ ചലിക്കട്ടെ. കുടുംബങ്ങൾക്കകത്ത്, ഭവനത്തിനകത്ത് പൊളിച്ചു കളയുവാൻ നിൽക്കുന്ന അനുഭവങ്ങളെ മാറ്റി ഇന്ന് പകൽ പണി നടക്കട്ടെ. ചേർത്ത് പണിയട്ടെ, ഒന്നിച്ച് പണിയട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ഒത്തിരി ചിന്തകൾ പറയണം. മറ്റൊരു ചിന്ത പറയാനുള്ളത്, ഇടിച്ചു കളയാൻ കുറുക്കൻ കയറിയാൽ തകർന്നു പോകുമെന്ന് നെഹമ്യാവിനെ നോക്കി പരിഹസിച്ച അനുഭവങ്ങളുണ്ട്. കുറുക്കൻ കയറിയാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. താഴെ വീഴുമെന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. പക്ഷെ വചനം പറയുന്നത്, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവൻ്റെ ദാസന്മാരായ ഞങ്ങൾക്ക് എഴുന്നേറ്റ് പണിയുവാനായിട്ട് കഴിയും. ഞാൻ ഓർപ്പിച്ചു, ഒന്ന് ദൈവഹിതത്താൽ പണിയാൻ കഴിയും. അതാ ഇസ്രായേൽ ഗൃഹം പണിതത്. ദൈവത്തിന്റെ ഹിതം അങ്ങനായിരുന്നു. ദൈവത്തിന്റെ ഹിതം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പണിയാൻ കഴിഞ്ഞു. ജീസസ്. 2, ഇപ്പോൾ ഓർപ്പിച്ച ചിന്ത, ദൈവത്തിന്റെ കൈ അനുകൂലമായിരുന്നത് കൊണ്ട് പണിതു. ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്നാൽ കുടുംബങ്ങളിൽ പണി നടക്കുന്ന വർഷമാണ്. പണി നടക്കുന്ന വർഷമാണ്. ദൈവഹിതപ്രകാരം ഒന്ന് പണിയാൻ തയ്യാറാകെ. 2, ദൈവത്തിന്റെ കൈക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്നാൽ ശത്രുവിനെ ജയിക്കത്തില്ല. ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്നാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പണി മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ജയിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്നാൽ അസാധ്യങ്ങളിൽ പണി നടക്കും. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാൻ വിശദമാക്കുന്നില്ല, നിങ്ങൾക്കറിയാം. എന്നാൽ 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 15 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, അത് പറഞ്ഞിട്ട് വേണം അടുത്ത ഭാഗത്ത് വരാനായിട്ട്. 52 ദിവസം കൊണ്ട് 52 ദിവസം കൊണ്ട് മതിലിന്റെ പണി. അപ്പം ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്ന പണി നടക്കുവോ? വിശ്വസിച്ച ദൈവമക്കളെ, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്ന പണി നടക്കും.
എൻ്റെ വീട്ടിനകത്തൊരു പണി നടക്കും, എൻ്റെ തലമുറയിലൊരു പണി നടക്കും, എൻ്റെ കുടുംബത്തിലൊരു പണി നടക്കും, എൻ്റെ കുഞ്ഞുങ്ങളിലൊരു പണി നടക്കും. ചില ശൂന്യമാക്കപ്പെട്ട ചിതറപ്പെട്ട അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഈ ആരാധനയുടെ പണി നടക്കട്ടെ. ദൈവത്തിൻ്റെ കൈ അനുകൂലമായിട്ട് നിന്ന് അതേ ചിതറിപ്പിക്കുവാൻ നിൽക്കുന്ന ശത്രുവിൻ്റെ പോരുകൾ അഴിഞ്ഞു മാറി ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. വചനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്നപ്പോൾ ഞങ്ങൾ ആ പണി പൂർത്തീകരിച്ചു. പണി പൂർത്തീകരിച്ചെന്ന് ശത്രു കേട്ടപ്പോൾ അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി, അവർ ഒന്നുമില്ലാത്തവരെ പോലെയായി. അതെ അതെ, ശത്രുവിന്റെ ചിന്തകൾ മാറിയിട്ട് ഇപ്പോൾ പറയുകയാണ് ദൈവത്തിന്റെ കൈ അവർക്ക് അനുകൂലമായിട്ടിരിക്കുന്നെന്ന്. വിശ്വസിച്ചാമൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്നാൽ പണി നടക്കും. വിശ്വസിച്ചാമൻ പറയുന്ന എത്ര പേരുണ്ട്? ശത്രു ഇപ്പൊ പറയുകയാണ് അവരൊന്നുമില്ലാത്തെന്ന്, അവരല്പന്മാരായെന്ന്. വിശദമാക്കുന്നില്ല. മൂന്നാമത്തെ ചിന്ത, ദൈവം കൂടെ നിന്നാൽ പണി നടക്കും. അതിന് ദൈവസഭ ഒന്നിച്ചു നിൽക്കണം. ഞാൻ ദൈവസഭയിലേക്ക് വരുന്നു. ദൈവസഭയുടെ പണി ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൻ്റെ മേൽ കൃപ കൃപ എന്ന ആർപ്പോടാ പണിയുന്നത്. സഖരിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇത്തരണത്തിൽ പറയാതിരിപ്പാൻ കഴിയത്തില്ല. സഖരിയ 4:7. നീ ആരെ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ഏർപ്പാട് ആണിക്കല്ല് കയറ്റോ. ശ്രദ്ധിച്ചേ, ഒത്തിരി വിശദമാക്കേണ്ട വാക്യം. മുൻപിലുള്ള പർവ്വതം അത് എതിരിന്റെ അനുഭവങ്ങളെ കാണിക്കുന്നതാണ്. ചിതറിക്കാൻ നിൽക്കുന്ന അനുഭവങ്ങളെ കാണിക്കുന്നതാണ്. തോൽപ്പിക്കാൻ നിൽക്കുന്ന അനുഭവങ്ങളെ കാണിക്കുന്നതാണ്. പരിഹാസത്തിന്റെ അനുഭവങ്ങളെ കാണിക്കുന്നതാണ്. അതെ, പൊളിച്ചു കളയുന്ന അനുഭവങ്ങളെ കാണിക്കുന്നതാണ്. അതാ മുൻപിലുള്ള മഹാപർവ്വതം. അത് സൻബല്ലത്താകട്ടെ തോബിയമാകട്ടെ, എന്നാൽ അത് സമഭൂമിയായി തരും. ഈ ആരാധന സ്തുതിക്കാൻ തയ്യാറാകാമോ? ചില സമഭൂമിയായിട്ട് മാറും. ചില എതിരുകൾ, ചില മഹാപർവ്വതങ്ങൾ സമഭൂമിയായി മാറട്ടെ. ഈ ആരാധന ദൈവ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചില സമഭൂമിയാകട്ടെ. ചില പർവ്വത സമനായ വിഷയങ്ങൾ അത് സമഭൂമിയായി മാറട്ടെ. മുൻപോട്ട് പോകുവാൻ കഴിയാതെ പണിയെ തടസ്സപ്പെടുത്തുന്ന പർവ്വത സമമായ വിഷയങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമഭൂമിയാകട്ടെ, സമഭൂമിയാകട്ടെ. കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പർവ്വത സമമായ വിഷയങ്ങൾ അത് സമഭൂമിയാകുകയാണ്. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആരെ? അതെ, കൃപ കൃപ എന്നുള്ള ആർപ്പാട് ആണിക്കല്ല് കയറ്റുമ്പോൾ ദൈവത്തിന്റെ സഭയുടെ പണി അത് നടക്കാം. ജീസസ് ഉടവല ഹദുരിവലവരവലക. ഓ, ശക്തി വ്യാപരിക്കട്ടെ, ആർപ്പ് വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്താൽ. ഇനി എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇനി മെസ്സേജിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഞാൻ പണിയുമെന്ന് പറയാൻ? ദൈവഹിതത്താൽ പണിയും. ദൈവഹിതം വിട്ട് പോയാൽ അവിടുന്ന് പൊളിച്ചു കളയും. ദൈവത്തിന്റെ ശക്തിയാൽ പണിയും. ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ട് നിന്നാൽ പണിയും. കൃപ കൃപ എന്ന ആർപ്പോടെ പണിയും. ആർപ്പിടാൻ തയ്യാറാകാമോ? ആ വചനം അങ്ങനല്ലേ കാണിച്ചത്? കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. അർത്ഥം, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്റെ മേൽ പണിതുകൊണ്ടിരിക്കുന്ന സഭയെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും ദൈവസഭയെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും ദൈവസഭയെ ഒതുക്കുവാൻ കഴിയത്തില്ല.
പർവ്വത സമമായ വിഷയങ്ങളെ കൃപ നാണിക്കല്ല് കയറ്റുമ്പോൾ സ്തോത്രം പറയട്ടെ, സ്തുതികൾ ഉയർത്തട്ടെ. ദൈവത്തിന്റെ പണി ആരംഭിക്കുകയാണ്. ഈ ആരാധനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. തകർച്ചകളെ പണിയുകയാണ്, തകർച്ചകളെ പണിയുകയാണ്. സംഭവിക്കട്ടെ. കർത്താവ് തകർച്ചകളെ പണിയും. യെസ്, പണി നടക്കട്ടെ, പണി നടക്കട്ടെ. യെസ്, ഒരു പണി നടക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശൂന്യത്തിന്റെ മേൽ പണി നടക്കട്ടെ. രക്തം രക്തം ജയം ജയം ജയം. ശൂന്യതകൾ മേൽ പണി നടക്കട്ടെ. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. യെസ്, ഒരു ചിന്തയുടെ എന്നെ ഓർപ്പിക്കുന്നു. തലമുറയെ ദൈവം പണിയും. വചനം യെശയ്യാ 58:12 പറയുന്ന നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ. ഞാൻ ഇങ്ങനെ പറയാം, അപ്പനും അമ്മയും ദൈവം ചെയ്ത പ്രവർത്തികളെ വർണ്ണിക്കാൻ തുടങ്ങിയാൽ സന്തതിയിലൂടെ ഒരു പണി നടക്കും. പലർക്കും പഴയ കാര്യങ്ങൾ പറയാൻ മടിയാ. എന്നാൽ ദൈവത്തെ വർണ്ണിക്കാൻ തയ്യാറാകാമോ? തലമുറകളിലൂടെ ദൈവം പണിയും. പുരാതന ശൂന്യങ്ങളെ ദൈവം പണിയും. ഈ ആരാധന തലമുറകൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യട്ടെ. തലമുറകൾക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. തലമുറകളെ ദൈവം പണിയും. ശൂന്യത്തിന്റെ മേൽ ദൈവം പണിയും. അവരിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? തലമുറകളിലൂടെ ഒരു പ്രവൃത്തിക്ക് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇനി അപമാനിക്കാൻ നിൽക്കുകയല്ലേ? അപമാനിക്കാൻ നിൽക്കുന്നവരുടെ മുൻപിൽ ദൈവം പണിയും. പണിതുയർത്തും. നിന്നെ പറിച്ചു കളയുകയല്ല, ദൈവം നിന്നെ പണിതുയർത്തും. തകർത്ത് കളയുകയല്ല, ദൈവം പണിതുയർത്തും. യെസ്, ദൈവത്തിന്റെ കയ്യാൽ പണിതുയർത്ത്. അപമാനിക്കാൻ വരുന്നവരുടെ മുൻപിൽ ദൈവം ഉയർത്തും. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഒരു അനുഭവം ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പ്രശസ്തമാണല്ലോ, പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ദിവസം 1-2 ചെറുപ്പക്കാർ അദ്ദേഹത്തെ അപമാനിക്കാൻ വന്നു. അദ്ദേഹത്തെ കളിയാക്കി ചോദിച്ചു, താങ്കളുടെ പ്രസംഗമൊക്കെ ഇഷ്ടമാ, നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമല്ലേ? കൊടുക്കുമല്ലോ, ഞങ്ങൾ വരട്ടെ? ഈ ചെറുപ്പക്കാർ അപമാനിക്കാൻ ചോദിച്ചതാണ്. വീട്ടിൽ വന്നു തൻ്റെ ഭാര്യയോട് താൻ ചോദിച്ചു, കഴിക്കാൻ എന്തുകൊണ്ട്? ഇടറിയ ശബ്ദത്തിൽ തൻ്റെ വൈഫ് പറഞ്ഞെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അകത്തൊന്നും ഇല്ലല്ലോ, അകത്തൊന്നും ഇല്ലല്ലോ. പുറകിൽ ആരാ നിൽക്കുന്നേ? അപമാനിക്കുവാൻ വന്നവർ നിൽക്കുന്നു, പുറകിൽ നിൽക്കുന്നു. അപമാനിക്കാൻ വന്നവര് പുറകിൽ നിൽക്കുന്നു. മുകളിലോട്ടൊരു നോട്ടം. ആത്മാവ് പറയുന്നു, മുകളിലോട്ട് നോക്കിയാൽ ചില പണി നടക്കും. മുകളിലോട്ട് നോക്കിയാൽ ചില പണി നടക്കും. വീട്ടിലൊന്നുമില്ലല്ലോ. ഈ ചെറുപ്പക്കാരോട് താൻ തരത്തില്ലെന്ന് പറയുന്നതിന് മുൻപ് പഴയ കാലഘട്ടം ഹോയ് ഹോയ് വിളിച്ചുകൊണ്ടൊരു മനുഷ്യൻ വരുന്നു, തൻ്റെ വീട്ടിലേക്ക് വരുന്നു. ചെറുപ്പക്കാർക്ക് മറുപടി കൊടുക്കുന്നതിന് മുൻപ് താൻ തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. ഒരുവൻ വീട്ടിൽ വന്നിട്ട് പറയുന്നു, എൻ്റെ മുതലാളി
വള്ളത്തിൽ കപ്പയും ഏത്തക്കായും ചില സാധനങ്ങളുമൊക്കെ ആയിട്ട് കൊടുത്തു വന്നിരിക്കുന്നു. കൊണ്ടുതരുവാൻ ഉപദേശിക്ക് തരുവാൻ കൊടുത്തു വിട്ടിരിക്കുന്നു. ഉപദേശിക്ക് തരുവാൻ എന്റെ കയ്യിൽ തന്നു വിട്ടിരിക്കുന്നു. ഇന്ന് മകൾ ഞാൻ വിളിച്ചു പറയാ, ശൂന്യതയിൽ പണിയുന്നവനാ എന്റെ ദൈവം. ഇല്ലാത്തടത്ത് പണിയുന്നവനാ എന്റെ ദൈവം. തല കുനിപ്പിക്കാൻ നിൽക്കുന്നവരുടെ മുൻപിൽ പണിയുന്നവനാ എന്റെ ദൈവം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ലാത്തടത്ത് പണിയും, ശൂന്യതയിൽ പണി. തല കുനിക്കുന്നതിന് മുൻപ് പുറകിൽ നിന്ന് വിളി കേൾക്കോ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? തല കുനിക്കുന്നതിന് മുന്നമേ ദൈവം പണിയോ. തല താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുൻപ് കണ്ടമിടറേ, തൊണ്ടയിടറേ. തൊണ്ടമിടറിയിട്ട് പറയുകയാണ്, വീട്ടിൽ വന്ന് കഴിക്കാൻ ക്ഷണിച്ചവരോട് ആ ദൈവപ്രവൃത്തിയുടെ സമയം കണ്ടു. വീട്ടിലൊന്നുമില്ലെങ്കിൽ സന്തതിക്ക് ശൂന്യത്തെ പണിയാൻ കഴിയും, ഇടിവുകളെ നിരത്തുവാനായിട്ട് കഴിയും. തല താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് അനുഭവമുള്ള എത്ര പേരുണ്ട്? അനുഭവമുള്ള എത്ര പേരുണ്ട്? ശൂന്യമായ അവസ്ഥകളിൽ പണിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശൂന്യത്തിന്റെ മേൽ പണിയുക ദൈവത്തിന് കഴിയും. ഒന്നുമില്ലായ്മയിൽ പണിയ ദൈവത്തിന് കഴിയും. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് കെട്ടുകഥ ഞാൻ പറഞ്ഞതല്ല. തല താഴുന്നതിന് മുമ്പ് പുറകിൽ വിളി വരും. തല താഴുന്നതിന് മുമ്പ് ദൈവശബ്ദം കേൾക്കും. ഇങ്ങനെ അനുഭവമുള്ള എത്ര പേരുണ്ട്? തക്ക സമയത്ത് തല താഴുന്നതിന് മുൻപ്, തല താഴുന്നതിന് മുമ്പ് ദൈവപ്രവൃത്തി വെളിപ്പെടും. തല താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ല. മുഖം കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുൻപ് കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്ക്. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്. നമ്മുടെ തല താഴാൻ ദൈവം അനുവദിക്കത്തില്ല. വലിയ ദൈവകൃപ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഞാൻ ഈ മെസ്സേജിന്റെ രണ്ടാം ഭാഗം മറ്റെപ്പോഴെങ്കിലും പറയാം. നല്ലൊരു വാക്ക് ദൈവസഭയെക്കുറിച്ച് പറഞ്ഞു നിർത്താം. 3 കാര്യം പറഞ്ഞ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20, 21, 22 വചനങ്ങൾ വായിക്കുമ്പോൾ, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ല്. കരമുയർത്തി പറഞ്ഞേ, സഭയുടെ മൂലക്കല്ല് ക്രിസ്തു യേശു, കുടുംബത്തിൻ്റെ മൂലക്കല്ല് ക്രിസ്തു യേശു, എൻ്റെ മൂലക്കല്ല് ക്രിസ്തു യേശു, എൻ്റെ ജീവിതം ക്രിസ്തു യേശുവിൽ. ഞാൻ സഭയാകുന്ന മൂലക്കല്ല് ക്രിസ്തുവാണ്. അതെ, എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ പണിതിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പണിതിരിക്കുന്നു. ദൈവസഭ അടിസ്ഥാനമില്ലാത്തവരല്ല. ദൈവസഭയ്ക്ക് അടിസ്ഥാനമുണ്ട്. ദൈവസഭയ്ക്കൊരടിസ്ഥാനമുണ്ട്. ദൈവസഭയുടെ പണി ക്രിസ്തുവിൽ. ഒന്ന്, പണിതിരിക്കുന്നു. അവിടുത്തെ ഒരു പദം കണ്ടോ? രണ്ടാമത്തെ വിഷയം വായിച്ച താഴോട്ടെ. യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായി വിശദമാക്കുന്നില്ല. അപ്പോൾ നട്ടവൻ, അടിസ്ഥാനമിട്ടവൻ എന്തു ചെയ്യും? ഇതിനെ വളർത്തും. 24:6 ചിന്ത ആവർത്തിച്ച് പറയുന്നു, നട്ടവൻ എന്തു ചെയ്യും? ഇതിനെ വളർത്തും, വളരുമാറാക്കുന്നു. അത് പ്രസന്റ് ടെൻസ് ആണ്. വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരും. എത്ര പേര് പറയും? വളരും. ക്രിസ്തുവാണോ മൂലക്കല്ല്? വളരും. തകർക്കാൻ കഴിയത്തില്ല. അടുത്ത വാക്യം വായിച്ചു നിർത്തുന്നു. അവരിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ അതും പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം 20-ാം വാക്യത്തിൽ പറഞ്ഞത് പണിതിരിക്കുന്നു.
പണിതിരിക്ക കൊണ്ട് വളരുന്നു. വളരുന്നത് കൊണ്ട് ആ പ്രോസസ് നടക്കുന്നു. ഇപ്പൊ പറയുകയാണ് പണിത് വരുന്നു. പണി തീർന്നിട്ടില്ല. പണി തീർന്നിട്ടില്ല. ദൈവസഭയുടെ പണി, കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. പണിത് വരുന്നതേ ഉള്ളൂ. പണിത് വരുന്നതേ ഉള്ളൂ. വളരുന്നവർക്ക് വേണ്ടി പണിയുന്നവൻ, വളരുന്നവർക്ക് വേണ്ടി ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ചേർത്ത് പറഞ്ഞ് നിർത്തുന്നു. ദൈവസഭയുടെ അടിസ്ഥാനം ക്രിസ്തുവിലായതുകൊണ്ട്, ദൈവസഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പറവലാകൊണ്ട്, ഇത് പണിതത് ക്രിസ്തുവാകൊണ്ട്, വളരുമാറാക്കുന്നത് ക്രിസ്തുവാകൊണ്ട്, ഇന്നും പണി നടക്കുന്നത് കൊണ്ട് ഒരു ദൂട്ട ശകരിക്കും തകർക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവസഭ ക്രിസ്തുവിലാ വളരുന്നത്. ക്രിസ്തുവിൽ വളരുന്നവനെ തകർക്കുവാൻ കഴിയത്തില്ല, പൊളിക്കുവാൻ കഴിയത്തില്ല, ഇടിച്ചു കളയുവാൻ കഴിയത്തില്ല. ഞാൻ അവരെ നടും പറിച്ചു കളയുകയില്ല. അങ്ങനെയെങ്കിൽ ആ കെട്ടിടത്തിലേക്ക്, അതിൻ്റെ പണിയിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ചുകൊണ്ട്, പ്രത്യാശ പുതുക്കിക്കൊണ്ട്, ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം, യെസ്, അടിസ്ഥാനമുള്ള ഒരു കെട്ടിടം, ദൈവം ശില്പിയായി നിർമ്മിച്ച കെട്ടിടം, അത് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എനിക്ക് ആ പ്രത്യാശയുണ്ട്. ഞാൻ ആ അടിസ്ഥാനത്തിലാണ് പണിയുന്നത്. തകർക്കുവാൻ കഴിയത്തില്ല, പൊളിക്കാൻ കഴിയത്തില്ല. ശത്രുവിൻ്റെ പോരുകൾ അഴിഞ്ഞു മാറട്ടെ, ദുഷ്ടൻ്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ, തലമുറകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ തല കുനിക്കുന്നതിന് മുമ്പ് ഒരു അത്ഭുതം വീട്ടിൽ നടക്കട്ടെ. തല കുനിക്കുന്നതിന് മുമ്പ് ചിലര് ദൈവപ്രവൃത്തിയായി ഭവനത്തിൽ വരട്ടെ. തല കുനിയും മുൻപ് ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഇന്ന് പൊളിച്ചു കളയാത്ത പണിതെടുക്കട്ടെ. നമുക്കൊരുങ്ങാം. ദൈവസഭയോട് ചേർന്ന് നിന്ന് കൃപ എന്ന ആർപ്പോടുകൂടി ഒരു പണി നടത്താം. ദൈവസഭയുടെ പണി തുടങ്ങാം. സഭയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം, ഐക്യതയോടെ നിൽക്കാം, ഒരുമിച്ച് നിന്ന് പണിയാം. കർത്താവ് വരാറായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ.